ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ബിസിയായ തിരക്ക് പിടിച്ചൊരു ദിവസം, അല്ലെങ്കിൽ നമുക്ക് മടി പിടിച്ചൊരു ദിവസം, അങ്ങനെ ഉണ്ടാവില്ല. ചില ദിവസം നമുക്ക് മൂഡുണ്ടാവില്ല, എന്തോന്നറിയാത്ത ഒരു മൂഡില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസി ആയ ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സിമ്പിളായിട്ടുള്ള, നമുക്ക് എന്തായാലും ഫുഡ് വയ്ക്കാതിരിക്കാൻ പറ്റില്ല വീട്ടമ്മമാർക്ക്, അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ വീഡിയോ, അങ്ങനെ ഒരു വീഡിയോ ആയാലോ ഒന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പുറത്തെ വീട്ടിലെ ഈ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ശബ്ദം. അപ്പോൾ പരിപ്പ് കഴിച്ച് വെച്ചിട്ടുണ്ട്, ചോറിതാ അടുപ്പത്തുണ്ട്. നമുക്ക് പരിപ്പ് കുത്തിക്കാച്ച, എല്ലായിടത്തും എന്താ പറയുകയെന്നറിയില്ല, ഇവിടെ പരിപ്പ് കുത്തിക്കാച്ചി എന്ന് പറയും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു പരിപ്പ് കുത്തിക്കാച്ചി, പിന്നെ നമുക്കൊരു മുട്ട പൊരിക്കാം, പിന്നെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. പപ്പടം കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാവും, പക്ഷേ പപ്പടം ഇല്ല, അതുകൊണ്ട് നമുക്ക് പപ്പടം വേണ്ട. നമുക്ക് ഇത്ര വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പരിപ്പ് വെന്തു, അതിനെ നമുക്ക് കുത്തിക്കാച്ചി എടുക്കാം. ഓരോ സ്ഥലത്തും ഇതിന് എന്താ പറയുകയെന്നറിയില്ല, ഇവിടെ പരിപ്പ് കുത്തിക്കാച്ചി എന്ന് പറയും. ഇതിലേക്ക് നല്ല കുത്തുമുളകാണ് കേട്ടോ, അടിപൊളി നല്ല കുത്തുമുളക് ഉണ്ടാവില്ലേ, അതാണ്. പക്ഷെ കുത്തുമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ശബ്ദം ചിലപ്പോൾ ഡിസ്റ്റർബ് ആവുന്നുണ്ടാവും അവിടുത്തെ, പക്ഷെ എനിക്ക് പിന്നീട് സൗണ്ട് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. മടിച്ച് കുഴി മടിച്ച്, അങ്ങനെയാണ് കാര്യം. കുത്തുമുളകാണ് സൂപ്പർ, പക്ഷേ മുളക് പൊടിയാണ് ഞാൻ ഇട്ടത്, വേറെ വഴിയില്ല. മുളക് നന്നായിട്ട് മൂക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. ചിലവരിത് തക്കാളി ഇടും. പിന്നെ പരിപ്പൂട്ടി കാച്ചി നല്ല ഉണക്കം വറുത്തതുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മുളക് ഇതാ നന്നായിട്ട് മൂത്തുണ്ട്. നമുക്ക് നമ്മുടെ പരിപ്പിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എടുക്കണോ? ഉപ്പിടാം, ഉപ്പ് എന്താ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. മഹാലക്ഷ്മി വന്ന് കഴിക്കാം. ഇത് കുറച്ച് നല്ല തിക്കായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വെക്കട്ടെ. എനിക്ക് എന്ത് കറി നല്ല ലൂസായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാവരും ചോദിക്കും ഇത് എന്താണ് ഇതിന് നിറച്ച വെള്ളം എന്ന്. എന്ത് ചെയ്യാനാ? ഉപ്പുണ്ടോ നോക്കാം. ചൂടുണ്ട്. അവൾക്ക് ഉപ്പുണ്ടോ നോക്കണം. രസമുണ്ടാ? ഉപ്പ് കുറച്ചും കൂടി ഇടാം. ടേസ്റ്റ് ഉണ്ടോ? കുറച്ചും കൂടി വേണോ? ചൂടുണ്ടേ. നോക്കട്ടെ, ഉപ്പ് നോക്കാം. അതിന് ചൂടാറട്ടെ. കുറച്ചുകൂടി ഉപ്പിടാം, ഉപ്പില്ല. ചൂട് ഇനി ടൈറ്റ് ആക്കുന്നവർക്ക് ഇനിയും ടൈറ്റ് ആക്കാം. ഉപ്പ് മതി ഇനി ഉപ്പിടണ്ടായോ, ഉപ്പ് കൂടും. ഓക്കെ, അല്ലാത്തവർക്ക് ഓഫാക്കാം. എനിക്ക് ഇത്ര മതി, ഓഫാക്കാണ്. എത്ര മതി നമുക്ക് ഓഫാക്കാം. കുത്തുമുളകാണെങ്കിൽ ഇതിന് സൂപ്പറായിരിക്കും. ഞാനതിലിടാൻ വേണ്ടി വേപ്പിൻ്റെ ഇല കൊടുന്ന് വെച്ചിട്ടാണ്, പക്ഷെ അത് ഞാൻ അതിലിടാൻ മറന്നപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പം ഇട്ട് കൊടുക്കാം. അയ്യോ, എന്താ ചെയ്യാം, ഓരോരോ ഹിക്മത്ത്. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം.
ആവട്ടെ. നമ്മുടെ നാച്ചുറൽ ബിരിയാണി ശരിയാക്കി എടുക്കാം. ഓക്കെ, നല്ല ചേട്ടൻ. നിങ്ങളുടെ ചുമയൊക്കെ വീട്ടിൽ കൊച്ചി പഠിക്കുക പഠിക്കണ്ട. നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ, അത്ര ടേസ്റ്റ്. ഉപ്പ് നോക്കണേ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്തേ ഞാൻ തയ്യാറാവട്ടെ. നോണില് ഞാൻ തരില്ല. പിന്നെ ഫോണൊന്നും എടുക്കാൻ വേണ്ടി കുട്ടികൾ നോക്കട്ടെ ആവത്തില്ല. ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഉപ്പായാ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. വെള്ളം കൊടുക്കണേ. മതി. ഉപ്പ് ഉപ്പൊക്കെ കുറച്ച് വെള്ളം തുണി എടുത്തിട്ട് വാ. ഇതല്ല അവിടെ ഉണ്ട്. തട്ടു. ഇനി നല്ല അടിപൊളി കുത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ നാളികേരം ഇടാം. അപ്പം നല്ല ടേസ്റ്റാണ്. നാളികേര ചമ്മന്തി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ നാളികേരം ഇടുന്നില്ല. ഇനി ഉപ്പിട്ടപ്പോൾ കൂടും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ചമ്മന്തി ഇടാം. ആകെ ബഹളം. ഇനി നമുക്ക് നാളികേര ചമ്മന്തി അരയ്ക്കാം. നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡി. ഇനി നമുക്കൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ് റെഡി. ചോറ്, നല്ല സുട ചോറ്, സുട സാദം, എഗ്ഗ് പൊരിയൽ, മുട്ടയിൽ കൊണ്ടുവന്നിട്ട് നാളികേരമൊക്കെ ഇട്ടുള്ള, പിന്നെ തേങ്ങാ ചമ്മന്തി, പിന്നെ നമുക്ക് പരിപ്പ് കറി വയ്ക്കാം. പരിപ്പ് കറി ഇതന്നെ മതി കേട്ടോ, കഴിക്കാൻ ധാരാളം. ചമ്മന്തി മുട്ട തന്നെ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ഊണ് റെഡി. ഈസി ആൻഡ് ടേസ്റ്റി ആയ ഊണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.